ആറാട്ടുപുഴയിൽ ഇന്നലെ രാത്രി വൈകിയും കടൽക്ഷോഭമുണ്ടായി. തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണൽ ഇപ്പോൾ കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനടുത്തുള്ള വളഞ്ഞ വഴിയിൽ കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച മെട്രോ പാഡുകൾ കടലെടുത്തുപോയി. നിരവധി വീടുകൾ തകർച്ചയുടെ ഭീഷണിയിലാണെന്ന് അവിടെ സന്ദർശിച്ച മനീഷ് മഹിവാൽ വളഞ്ഞ വഴിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ വളഞ്ഞ വഴിയിലെ സ്ഥിതി എന്താണ്? ഈ ആറാട്ടുപുഴ ഈ റോഡുകളിലേക്കൊക്കെ ഈ കടൽ വെള്ളം ഇരച്ചു കയറുന്നു എന്ന രീതിയിൽ ഇന്നലെ രാത്രിയിൽ വാർത്ത വന്നിരുന്നു. ഇപ്പോൾ എന്താണ് അവിടുത്തെയും സ്ഥിതി? വിവരങ്ങൾ. എസ് കെ, നിലവിൽ ആലപ്പുഴ ജില്ലയിൽ കടൽ പ്രക്ഷുബ്ധമല്ല, ശാന്തമാണ്. പക്ഷേ വെയിലേറി വരുന്ന സമയത്ത്, ഉച്ചയോട് അടുക്കുന്ന സമയത്ത്, വേലിയേറ്റ സമയത്ത് കടൽ പ്രക്ഷുബ്ധമാകും. ആ സമയത്ത് തന്നെ ഈ തീരദേശ റോഡുകളിലേക്കും വീടുകളിലേക്കും കടൽ ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ടെന്ന് തീരദേശവാസികൾ പറയുന്നുണ്ട്. ഞാൻ നിലവിൽ നിൽക്കുന്നത് ആലപ്പുഴ വളഞ്ഞ വഴിയിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ഭീഷണിയിലുള്ളത്. വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ കോടികൾ ചിലവാക്കി നിർമ്മിച്ച ടെട്രോപോഡുകളാണ്. ആ ടെട്രോപോഡുകൾക്ക് മീതെ അതിനപ്പുറത്തേക്ക് കടൽ വന്ന് തീരത്തേക്ക് കടൽ അടിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൂരെ നമുക്ക് കാണാം, അത് കഴിഞ്ഞ സീസണിൽ ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് ഉള്ള വീടാണത്. ആ വീട്ടിലെ ആളുകൾക്ക് മാറി താമസിക്കേണ്ടി വന്നു. ഒപ്പം തന്നെ ചെമ്മീൻ ഷെഡ് അടക്കമുള്ള ഒത്തിരി തൊഴിൽ സംരംഭ കേന്ദ്രങ്ങളുമുണ്ട്. അങ്ങനെ വീടുകൾ, തൊഴിൽ സംരംഭ കേന്ദ്രങ്ങൾ അടക്കം നഷ്ടപ്പെട്ട സ്ഥലം. ഇവിടെ വീണ്ടും കൂടുതൽ വീടുകളിലേക്ക് ഇത്തരത്തിൽ അപകട ഭീഷണി, ഈ കടൽ എത്തുമെന്നുള്ള ഭീഷണിയിൽ കഴിയുന്ന ഒരു വലിയ ജനത താമസിക്കുന്ന സ്ഥലമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭിത്തികളൊക്കെ തന്നെ നേരത്തെ കഴിഞ്ഞ സീസണിൽ പോയതാണ്. ഇനി ഇതിൻ്റെ പടിഞ്ഞാറ് വശം കാണുന്ന പല വീടുകളും ഭീഷണിയിലാണ്. ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ തന്നെ ഉറക്കമില്ലാത്ത രാത്രികൾ ആരംഭിച്ചിട്ടുണ്ട്. ടെട്രോപോഡുകൾ ഈ കോടികൾ ചിലവാക്കി നിർമ്മിച്ചിട്ട് അതിന് മീതെ കൂടി കടൽ വരുന്ന സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ഇവിടെ പുലിമുട്ട് നിർമ്മിക്കണം. അതായത് കരിങ്കല്ല് കൊണ്ട് ഉള്ള ഉറച്ച കടൽ ഭിത്തി കെട്ടണം. അതല്ലെങ്കിൽ പുലിമുട്ട് നിർമ്മിച്ച് തീരജനതയെ സംരക്ഷിക്കണമെന്ന ആവശ്യം നിരന്തരമായി ഇവിടുത്തെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെടുന്നതാണ്. ഇത് അമ്പലപ്പുഴ നിയോജക മണ്ഡലമാണ്. എച്ച് സലാമാണ് ഇവിടുത്തെ MLA. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആളുകൾ ഇത്തരത്തിലുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്, നിങ്ങൾ നിരന്തരമായി ഓരോ സമയത്തും കടൽ വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് പോകുന്നു, ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണം എടുക്കുന്നു. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ആരും ഒന്നും ഗൗനിക്കുന്നില്ല, ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ്. ഒരാളുടെ പ്രതികരണം നമുക്ക് തേടാം. ചേട്ടാ, എന്താ ഇവിടുത്തെ സാഹചര്യം ഇപ്പോൾ? സുഹൃത്തെ, കുറേ നാളുകളായി ഇവിടുത്തെ സാഹചര്യം ഇതുപോലെ എല്ലാ വർഷവും ഇതേ കാര്യം അവിടുത്തെ നാട്ടുകാർ നമ്മോട് പറഞ്ഞു. വളഞ്ഞ വഴിയിലും ഞങ്ങൾ തലമുറ കൂടുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ സീവാൾ ഇട്ടുക, മുട്ടിടുക നമ്മൾ. പക്ഷേ ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ മെട്രോപോൾ ഇവിടെ കൊണ്ടുവന്ന് കുറേ അടിക്കിയിട്ടുണ്ട്. ഇത് വാർത്ത് വെച്ചിരിക്കുന്നതല്ല, അതെങ്കിലും ഒന്ന് ഇട്ടുക എന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവരെ കൊണ്ടത് കഴിയാതിരിക്കുക. സ്ത്രീകളുടെ കൂടി പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഇവിടെ ആളുകൾ പറയുന്നത് വൈദ്യുതി മുടക്കമുണ്ട്, കുടിവെള്ള പ്രശ്നമുണ്ട്, നിലവിൽ കടൽ കൂടി അവരുടെ വീടെടുക്കുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇവിടെ പടിഞ്ഞാറ് വശം കല്ലിട്ട് കിട്ടിയാൽ മതി. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് രാത്രി കടൽ കയറി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോകും. ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് താമസിച്ചിട്ട് വർഷങ്ങളായി. ഞങ്ങൾക്ക് ഉള്ളൊരു സ്വത്തെന്ന് പറയുമ്പോൾ ഈ കല്ലും കടലമ്മയാണ്. ഞങ്ങൾ ഇത്രയും അടുത്ത് കിടക്കുന്നത്, ഞങ്ങളുടെ ഈ മക്കളെയും കൊണ്ട് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഇവിടെ പോകും. ഞങ്ങൾക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് പടിഞ്ഞാറ് വശം കല്ലിട്ട് കിട്ടണം. കല്ലിട്ട് കിട്ടിയാൽ ഞങ്ങൾ സുരക്ഷിതയാണ്. എല്ലാ കാലത്തും ഇങ്ങനെ കടൽ പ്രക്ഷുബ്ധമായ സമയത്ത് നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണോ? ഇത് തന്നെയാണോ ഞങ്ങളുടെ അവസ്ഥ? പക്ഷേ വർഷങ്ങളെല്ലാം ഈ എപ്പോൾ കടൽ കയറിയാലും ഇങ്ങനെ എല്ലാവരും വന്ന് എല്ലാ കാര്യങ്ങളും MLA-മാരാണെങ്കിലും മന്ത്രി ആര് വന്നാലും ഇപ്പം ശരിയാക്കാന്ന് പറയും. പക്ഷേ ഇത്രയും നാൾ ഒരു പ്രതികരണം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ ഇത്ര നാളിൽ എത്ര വീടുകൾ ഇങ്ങനെ തകർന്നു പോയിട്ടുണ്ട്? 10 വീടുകളോളം പോയിട്ടുണ്ട്. ഒത്തിരി വീടുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ വരുന്നവരോടൊക്കെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ഈ കല്ലിട്ടതാന്ന് പറഞ്ഞാൽ ആരും ഒരു പ്രതികരണം ഇല്ലാതെ എല്ലാവരും വരുന്നവരൊക്കെ പറയാം ശരിയാക്കി തരാമെന്ന് പറയുന്നത് അല്ലാതെ ആരും. എത്ര വീടുകൾ അപകട ഭീഷണിയിലാണ്? ഈ കടൽ വന്ന് കൊണ്ടുപോകുന്ന സാഹചര്യം? 10ഓളം വീടുകൾ അപകടത്തിലാണ് അല്ലേ? 10ഓളം വീടുകൾ അപകടത്തിലാണ്. രാത്രിയിലൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആശങ്കയുണ്ടോ? ഈ കടലിൽ കിടന്നുറങ്ങിയ നാളെ മറന്നു ഞങ്ങൾക്ക് ഉറക്കമില്ല. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക, എന്താ സംഭവിക്കുമെന്നറിയാം. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്ന കാര്യം ശരിയാ. 10 ലക്ഷം രൂപയെങ്കിലും ഇന്നും കിടക്കുക അവരുടെയൊക്കെ തന്നെ. ഞങ്ങൾ പകുതി പൈസ കൊടുത്താണ് ഞങ്ങൾ കിടപ്പാടം ഉണ്ടാക്കുന്നത്. അത് തീർത്ത് തരണമെങ്കിൽ കോൺട്രാക്റ്റിന് നമുക്ക് പൈസ കൊടുക്കണ്ടേ. നമ്മളെ കൊണ്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കാൻ നമുക്ക് മാർഗമില്ല. പിന്നെ അനുവദിച്ച് കിടക്കുന്ന പോലും നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. അതും കൂടെ ഒക്കെ തന്ന് ഞങ്ങൾ ബാക്കി പലിശയ്ക്കും പങ്കിനും ഒക്കെ വാങ്ങിച്ചു കൊടുത്താലും ഞങ്ങൾക്ക് കിടപ്പാടമാകത്തുള്ളൂ. ഞങ്ങൾക്ക് ഇത് വിട്ടേച്ച് ഞങ്ങൾക്ക് പോകാനൊക്കെ. ഞങ്ങൾ കുഞ്ഞുമക്കളുമായിട്ട് എവിടെ ചെന്ന് കയറും? ഞങ്ങൾക്ക് വീടുകളെല്ലാം പോയി കിടക്കാം.
ആരും വിളിച്ചു കയറ്റി കിടത്താനില്ല. പണ്ടത്തെ കാലമല്ല ഒരു റെങ്ങ് വെട്ടി നടക്കാൻ. ഇന്ന് എല്ലാ വീടുകളിലും ഒരു കിടക്കാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കടൽ കയറുമ്പോൾ മാത്രം നോക്കാൻ വരും. വന്നേച്ചും പറയും എല്ലാം ശരിയാക്കാം. പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്നാൽ പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല. ഞങ്ങൾ ഒരാളുകളും വരത്തില്ല. ഒരു ഇവരുടെ സങ്കടം നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. അവർ പറയുന്ന കാര്യങ്ങൾക്ക് അത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്, ഈ കടൽ ഇനിയും 2-3 ദിവസം കൂടി ഇതേ രീതിയിൽ തന്നെ പ്രക്ഷുബ്ധമാവുകയാണെങ്കിൽ ഈ വീട് കൂടി, ഇപ്പോൾ നമുക്ക് പ്രതികരണം നൽകിയ ആ ചേച്ചിയുടെ വീടാണത്, ആ വീട് കൂടി കടലെടുക്കുന്ന സാഹചര്യമുണ്ട്. തൊട്ട് പിന്നിൽ കടലാണ്. അത് ഏത് സമയവും രാത്രിയിലൊക്കെ തന്നെ ഉറങ്ങിയിട്ട് ബോധം ഇല്ല, അതായത് ബോധത്തോട് ഉറങ്ങിയിട്ട്, ബോധം നഷ്ടപ്പെട്ട് ഉറങ്ങിയിട്ടൊക്കെ നാളുകളേറെയായി എന്നാണ് അവർ പറയുന്നത്. അവരുടെ സങ്കടം നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. നിലവിൽ കടൽ ഭിത്തി കെട്ടി ഇവരുടെ ജീവിതവും ജീവനും സംരക്ഷിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ ജനതയ്ക്കുള്ളത്. SKN. ഓക്കെ, വളഞ്ഞ വഴിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് മനീഷ് മൊഹിബാലാണ്. തീരദേശത്തെ ആളുകളുടെ ജീവിതം അതിദുരിതമായി തുടരുകയാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലം അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ സന്ദർശിച്ച് കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് മാത്രം ആളുകൾ സന്ദർശിച്ചിട്ട് മടങ്ങിപ്പോയി ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ശരിയാകാത്ത രീതിയിൽ കടലിൻ്റെ മക്കളും തീരദേശത്ത് താമസിക്കുന്ന മറ്റേ ആളുകളും ജീവിത ദുരന്തങ്ങൾ അനുഭവിക്കുകയാണ്. ഇതിൽ അധികാരികളുടെ ശ്രദ്ധ പതിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നു.